അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഫൈസിയുടെ സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ മനസ്സിൻ്റെ ഉള്ളിലെ ഓരോന്ന് ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു ഭയം. തൻ്റെ ആദ്യ വിവാഹത്തിൽ തനിക്ക് പറ്റിപ്പോയ അബദ്ധങ്ങൾ, തൻ്റെ ശരീരത്തിൻ്റെ രൂപങ്ങൾ, അതെല്ലാം കൂടി ഓർത്തപ്പോൾ അവൾക്ക് ശരിക്കും വല്ലാത്ത സങ്കടമാണ് തോന്നിയത്. ഫൈസിയുടെ മുമ്പിൽ ഞാനിതെങ്ങനെ തുറന്നു പറയും, അല്ലെങ്കിൽ അദ്ദേഹം എന്ത് വിചാരിക്കും എന്നുള്ള ടെൻഷൻ നല്ല രീതിയിൽ ആലിയക്കുണ്ടായിരുന്നു. അല്ലാതെ സ്നേഹമില്ലാഞ്ഞിട്ടല്ല. പറഞ്ഞു കഴിയുമ്പോഴേക്കും ആലിയ പൊട്ടിക്കരഞ്ഞു പോയി. വിങ്ങി വിതുമ്പി ചിലമ്പിച്ചു പോയ ആലിയയുടെ ശബ്ദം അവളുടെ കണ്ണുകളിൽ കടലിരമ്പി. ഹൃദയം മുറിഞ്ഞു രക്തം ഒഴുകുന്നത് പോലെ കണ്ണുകൾ പെയ്തുകൊണ്ടേയിരുന്നു. അത്രയേറെ വേദന നിറഞ്ഞ അവളുടെ തുറന്നു പറച്ചിൽ കേൾക്കവേ ഫൈസി ഞെട്ടലോടെ അവളെ നോക്കി. മൗനമായി കടന്നുപോയ കുറേയേറെ നിമിഷങ്ങൾ ആലിയുടെ മനസ്സിൽ നിന്നൊഴുകി ഇറങ്ങുന്ന നീർത്തുള്ളികളിലേക്ക് മാത്രം നോക്കി ഫൈസി നിന്നു. അതെ, ആ കണ്ണുനീർത്തുള്ളികളിൽ ഫൈസി അവൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ആ കണ്ണീരിങ്ങനെ കണ്ടു നിൽക്കുന്നവരും മനസ്സൊന്ന് വിങ്ങിപ്പോയി ഫൈസിക്ക്. ഒരു പെണ്ണ് ഹൃദയം പൊട്ടിയാണ് കരയുന്നത്. അത് ശരിക്കും ആ കണ്ണുകളിൽ നിന്ന് മനസ്സിലാക്കാം. ശാരീരികമായി ഒരുപാട് ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ടാകും അവൾ ഒരു പക്ഷേ. അതെ, പല രീതിയിലും ചില ഭർത്താക്കന്മാർ പീഡിപ്പിക്കുന്ന രീതികൾ അത് ഫൈസിയുടെ മനസ്സിലേക്ക് വന്നു. റബ്ബേ, അല്ലാ കേട്ടിട്ടുണ്ട് പലതും ഉപയോഗിച്ച് പീഡിപ്പിക്കുന്ന രീതികൾ, അതും ഒരു ഷെയ്ത്താനെ പോലെ പെരുമാറിക്കൊണ്ട്. ഫൈസി ഒന്ന് നെട്ടി. റബ്ബേ, അവളുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചോ പഠിച്ചോനെ? ആ കണ്ണീരെങ്ങനെ വീണ്ടും ഒഴുകുകയാണ്. അനുഭവങ്ങളുടെ തീച്ചൂളയിൽ ഒരിക്കലും തോരാത്തൊരു പെരുമഴക്കാലം ഉള്ളിൽ കാത്തു സൂക്ഷിക്കുന്നവളാണ് തനിക്ക് മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ള ആ ഒരു കാര്യം ഫൈസിക്ക് ബോധ്യമായി. ശരിയാണ്, മാറി വരാൻ സമയമെടുക്കും, എങ്കിലും കാത്തിരിക്കും. ഫൈസി ഒരു ദീർഘനിശ്വാസത്തോടെ സംസാരിച്ച് തുടങ്ങി. വിവാഹം എന്ന് പറയുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളായി നമ്മൾ കയറി ചെല്ലുന്ന പുതിയൊരിടമാണ്. അവിടുന്ന് നമുക്ക് കിട്ടുന്ന സ്നേഹവും സന്തോഷവും പരിഗണനയുമെല്ലാം നമ്മുടെ ജീവിതത്തിലുടനീളം ഒരിക്കലും മറക്കാത്ത ഓർമ്മകളായി കൂട്ടിനുണ്ടാകും. ചിലർക്ക് സന്തോഷമാണെങ്കിൽ മറ്റു ചിലർക്ക് സങ്കടമാകും. ഇവിടെ ആലിക്ക് ഓർക്കാൻ നല്ലതായിട്ട് ഒരു ചെറിയ കാലം പോലും ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കുന്നത്. ആലിയ, ഞാൻ തൻ്റെ ശരീരം മാത്രമാണ് ആഗ്രഹിക്കുന്നതെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ? ഞാനൊന്ന് ചേർത്ത് പിടിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ തനിക്ക് തോന്നിയോ? നിൻ്റെ ശരീരത്തിന് വേണ്ടി ദാഹിക്കുകയാണെന്നുള്ള കാര്യം അതുകൊണ്ടാണോ ആലിയ ഇങ്ങനെ സംസാരിക്കുന്നത്? ഫൈസിയുടെ ശബ്ദം വളരെ പതിഞ്ഞു പോയി. അല്ല, ഒരിക്കലുമല്ല. ആലി നോവോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. തെറ്റിദ്ധരിക്കരുത്. മനസ്സുകൾ തമ്മിൽ അടുത്തു കഴിഞ്ഞാൽ അടുത്ത ഊഴം ശരീരത്തിനുള്ളതല്ലേ. അതുകൊണ്ട് മുന്നേ പറഞ്ഞു പോയതാണ്. ഞാനൊരു മനുഷ്യനാണെന്നുള്ള പരിഗണന പോലും തരാത്ത ആളായിരുന്നു എൻ്റെ ആദ്യ ഭർത്താവ്. യാതൊരു പരിഗണനയുമില്ലാതെ എന്നെ കൊല്ലാക്കല ചെയ്ത് രസിച്ചയാൾ. എനിക്കെൻ്റെ ഭൂതകാലത്തെ പേടിയാണ്. കഴിഞ്ഞ പോയ കാലത്തെക്കുറിച്ചോ ആലോചിക്കുമ്പോൾ എനിക്കതൊരു ഷോക്കാണ്. ഇനി ഒരാൾ എന്നെ തൊടുമ്പോൾ ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് ഓർക്കാൻ തന്നെ പേടിയാണ്. അത്രക്കും നീചമായ രീതിയിൽ അയാൾ എന്നെ പീഡിപ്പിച്ചിരുന്നു. അതെനിക്ക് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. അത്രക്കും മോശമായ രീതിയിൽ എന്ന് വെച്ചാൽ പ്രകൃതി വിരുദ്ധ പീഡനം, അല്ലെങ്കിൽ ഒരു പെണ്ണിന് ഏറ്റവും അങ്ങേയറ്റം ചവിട്ടി താഴ്ത്തി ചെയ്യുന്ന ഒരു, എന്താ പറയുക, അതിനൊരിക്കലും ഒരു സെക്സ് എന്നോ അല്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല. അത്രയും ക്രൂരമായിട്ട് അതാണ് ഞാൻ അയാളിൽ നിന്ന് അനുഭവിച്ചത്. എനിക്ക് ഓർക്കാൻ തന്നെ പേടിയാണ്. ഞാനത് മുൻകൂട്ടി ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. അല്ലാതെ നിങ്ങളെ വിശ്വാസമില്ലാഞ്ഞിട്ടോ എൻ്റെ ശരീരമാണ് ആഗ്രഹിക്കുന്നത് എന്ന് കരുതിയിട്ടോ അല്ല. എൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറയാതെ സമാധാനം കിട്ടില്ല. മിഴികൾ ഉയർത്തി ഫൈസിയെ നോക്കുന്നേരം കരൾ പിടഞ്ഞുപോയി അവൾക്ക്. ആലിയ, എന്നെ പേടിക്കണ്ട എന്നെനിക്ക് പറയാൻ മാത്രമേ കഴിയൂ. ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എൻ്റെ ഹൃദയം തൊട്ടവളാണ് നീയെ.
ആ നിന്നെ ഞാൻ എൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് കഴിഞ്ഞു. എൻ്റെ നല്ല പാതിയായി സ്വീകരിച്ചു കഴിഞ്ഞു. ഇനി എൻ്റെ മരണം വരെയും എൻ്റെ അവസാന മിടിപ്പിലും കൽബ് നിറയെ നീ മാത്രമേ കാണൂ. ഞാനൊന്ന് നിന്നെ സ്നേഹിച്ചു തുടങ്ങിയോ? അന്നാണ് എൻ്റെ മനസ്സിൽ അന്ന് എൻ്റെ മനസ്സിൽ ഉറപ്പിച്ച വാക്കുകളാണിത്. സമയമെടുത്തോ പെണ്ണെ, എത്ര വേണേലും, പക്ഷേ അവസാനം എൻ്റെ നെഞ്ചിലേക്ക് നീ വന്ന് ചേർന്നോളണം. എൻ്റെ ഹൃദയത്തിൻ്റെ ചൂടേറ്റ് നിന്നിലെ പെൺമനം കുളിരണം. നിൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളുമെല്ലാം എന്നിലൂടെ തന്നെ കടന്നു പോകണം. ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ തന്നെയുണ്ട്. കാണാതെ കണ്ടും മനസ്സ് നിന്നെ വാരിപ്പുണർന്നും ആ നെറുകയിൽ 100 മുത്തങ്ങൾ തന്നും ഞാൻ എപ്പോഴോ നിന്നെ തലോടി നിൻ്റെ കൂടെ നിൻ്റെ ഒപ്പമുണ്ട്. നീ അനുവാദം തരുന്ന ആ നിമിഷം മുതൽ ആ കരം ഞാൻ പിടിച്ചിരിക്കും. അതുവരെ ഫൈസി കാത്തിരിക്കും. ഇനി നിനക്കുള്ള സമയമാണ്. മനസ്സ് മാറി വരണം. വന്നേ പറ്റൂ ആലിയ. കാരണം അത്രയും ഭ്രാന്തമായി ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇനിയൊരു മടങ്ങിപ്പോക്കില്ലാത്ത വിധം എൻ്റെ മനസ്സ് നിന്നിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അത്രമേൽ സ്നേഹം നിറഞ്ഞ ദൃഢതയുള്ള ഫൈസിയുടെ വാക്കുകൾ ആലിയുടെ മനമൊന്ന് കോരിത്തരിച്ചുപോയി. 1000 കഷ്ണങ്ങളാൽ ചിന്നിച്ചിതറി കിടക്കുന്ന ഹൃദയം ആണൊരുത്തൻ്റെ വാക്കുകൾക്ക് മുന്നിൽ ഒന്നു ചേരാനൊരു ശ്രമം നടത്തി. പിന്നീടൊരു വാക്കുപോലും പരസ്പരം വേണ്ടാതെ കുറച്ചേറെ നേരം അങ്ങനെ നിന്നുപോയി അവർ. അപ്പോഴും ഫൈസിയുടെ നോട്ടം അത്രമേൽ ആഴത്തിൽ അവളുടെ ഹൃദയത്തിലേക്ക് ചെന്നെത്തി നിന്നു. ആൾ റൂമിന് പുറത്തേക്ക് പോയി. വല്ലാത്തൊരു ക്ഷീണത്തോടെ അവളും മക്കളും ഉറങ്ങാനുള്ള റൂമിലേക്ക് ചെന്നവൾ ആ കട്ടിലേക്ക് ചാഞ്ഞു. എന്തോ ഫൈസി അവൻ്റെ മനസ്സ് തുറന്ന് കാട്ടിയെങ്കിലും പിന്നെയും എന്തോ ഒരു തരം ഭയം അവളെ പിടികൂടി. സഫീനയുടെ തിരിച്ചുവരവ് മക്കളറിയുമ്പോൾ എന്തായിരിക്കും അവളുടെ പ്രതികരണം? ഓരോന്നൊക്കെ ഓർത്ത് കിടന്ന് ആ കിടപ്പിൽ അറിയാതെ ഉറങ്ങിപ്പോയി അവള്. അങ്ങനെ ഒരുറക്കം അവൾക്ക് പതിവില്ലാത്തതാണ്. പക്ഷേ മനസ്സ് തളരുമ്പോൾ അതിനൊത്ത് ശരീരവും ചാഞ്ഞു പോകും. എന്നാൽ ഈ സമയം ഷംനാദും സഫീനയും നമ്മളിങ്ങനെ എത്ര നാൾ ഹോട്ടലിൽ കഴിയും? എനിക്കൊരു പൈസയും കയ്യിലില്ല. എൻ്റെ കയ്യിൽ അത് ഓർമ്മ വേണം. ഇപ്രാവശ്യം ഇനി എങ്ങനെ മുന്നോട്ട് ജീവിക്കും എന്നുള്ള വീണ്ടും വിചാരം ആദ്യം ഉണ്ടായത് ഷംനാദിനാണ്. രണ്ടാളും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ശേഷം വാടകയ്ക്കൊരു വീട് അന്വേഷിച്ച് ഒരുപാട് നടന്നു. അവരെ കണ്ടതോടെ പലർക്കും മതിയായി. അവർ തമ്മിലുള്ള പ്രായ വ്യത്യാസം തന്നെയായിരുന്നു വലിയ പ്രശ്നം. നല്ല പ്രായമുള്ള പെണ്ണും ചെറിയൊരു ചെക്കനും. ഗത്യന്തരമില്ലാതെ അവസാനം രണ്ടാളും ലോഡ്ജിൽ തന്നെ അഭയം പ്രാപിച്ചു. ഇപ്പോൾ 2 ദിവസമായി ഇവിടെ താമസം തുടങ്ങിയിട്ട്. ഇനി അങ്ങോട്ട് ഓർത്തിട്ട് രണ്ടാൾക്കും ഒരു പിടിയും കിട്ടുന്നില്ല. നാട്ടിലെത്തിയതോടെ ആരുടെയും മുഖത്ത് നോക്കാനോ സഹായം അഭ്യർത്ഥിച്ച് ചെല്ലാനോ കഴിയാത്തൊരവസ്ഥ. അറിയുന്ന ആര് കണ്ടാലും അറപ്പോടെ മുഖം തിരിച്ചു കളയുന്നു. പലരും ശാപവാക്കുകൾ ചൊരിയുന്നു. അതൊക്കെ കേട്ടാലും സഫീനക്കും ഷംനാദിനും വലിയ കുലക്കൊന്നുമില്ല. കാരണം കുറേ ശീലിച്ചില്ലേ. പാറ പോലെ ഉറച്ച മനസ്സാണ് സഫീനക്കെന്ന് ഷംനാദിന് വരെ തോന്നി തുടങ്ങി. കഴിഞ്ഞുപോയ രാത്രിയിൽ ഷംനാദിൻ്റെ പരാക്രമങ്ങൾക്കൊക്കെ നിന്ന് കൊടുത്തതിൻ്റെ ക്ഷീണം കാരണം എഴുന്നേൽക്കാൻ പോലും വയ്യാതെ സഫീന വീണ്ടും ചടഞ്ഞുകൂടി കട്ടിലിലേക്ക് തന്നെ കിടന്നു. ഷംനാദ് പറയുന്നൊന്നും അവൾ ശ്രദ്ധിക്കുന്നില്ല. സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയത് മുതൽ മനസ്സ് നിറയെ ഫൈസി മാത്രമാണ്. അവനൊപ്പം ഒരു പെണ്ണും. അവർക്കിടയിൽ തൻ്റെ മക്കൾ എങ്ങനെയാണെന്നുള്ള ചിന്തയും ഇടയ്ക്കിടെ സഫീനാഴെ വേട്ടയാടി തുടങ്ങി. അവരെന്നെ ഓർക്കുന്നുണ്ടോ എൻ്റെ മക്കൾ? ഇനി എന്നെ കണ്ടാൽ എങ്ങനെയായിരിക്കും മക്കൾ പ്രതികരിക്കുക? ഞാൻ വിളിച്ചാൽ അവരെന്നെ കൂടെ വരുമോ? അങ്ങനെ പോകുന്ന ചിന്തകൾ. ഡി, നീ ഇങ്ങനെ കുന്തം വിഴുങ്ങിയതുപോലെ കിടക്കാതെ അങ്ങോട്ട് എഴുന്നേറ്റ് വരാൻ നോക്ക്. ആളുകൾ പലതും പറയും. അതൊക്കെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കണം. ഇനി എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോയാലേ വല്ലതും തിന്നാൻ പറ്റുമോ? ഇപ്പം തന്നെ നമ്മൾ ഇവിടെ നിന്ന് പോകണം. ഇനി അടുത്ത പൈസ ആര് കൊടുക്കും? ഞാൻ പോയി നിൻ്റെ കമ്മൽ വിറ്റിട്ടിട്ട് വരാം. ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ഡോർ തുറന്ന് പുറത്തേക്ക് പോയി. നഗ്നമായ ദേഹത്തേക്ക് മുഷിഞ്ഞൊരു പുതുപ്പ് പുതച്ച് കിടന്നവൾ. അവൻ പുറത്തേക്കിറങ്ങിയതും വേഗം എണീച്ച് ഡോർ കുറ്റിയിട്ടു. ഒട്ടും വൃത്തിയില്ലാത്ത ബാത്റൂമിൻ്റെ ഡോർ തുറന്നവൾ മുഖം കഴുകി അകത്തേക്ക് നോക്കി നിന്നു. ഐഷ്, അതിനുള്ളിൽ ഇരിക്കുന്ന ബക്കറ്റിലും കപ്പിലുമൊക്കെ പായൽ കട്ട പിടിച്ചിരിക്കുന്നു. കഴുകിയിട്ട് എത്രയോ വർഷങ്ങളായതുപോലെ. ഷംനാദിനൊപ്പം കൂടിയതിൽ പിന്നെ തൻ്റെ വൃത്തിയൊക്കെ എങ്ങോ പോയി. എത്ര വലിയ കൊട്ടാരത്തിൽ ജീവിച്ചവളാ. ഇപ്പോൾ ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ താൻ മനസ്സുകൊണ്ട് പാകപ്പെട്ട് കഴിഞ്ഞു. ഒരു നിമിഷം ഫൈസിയോടൊപ്പമുള്ള അത്യാഡംബരപൂർവമായ ജീവിതം മനസ്സിലേക്ക് തെളിഞ്ഞു വന്നതും
കണ്ണുകൾ ഇറുക്കിയടിച്ചുകൊണ്ട് സഫീന വേഗം ബാത്റൂമിലേക്ക് കയറി ഷവർ തുറന്നു വിട്ടു. എല്ലാം സ്വയം വരുത്തി വെച്ചതാണ്, അനുഭവിച്ചേ മതിയാകൂ. ഉള്ളിലൊരു സഫീനയുടെ മനസ്സാക്ഷി പിറുപിറുത്തുകൊണ്ടേയിരുന്നു. എന്നാൽ ഈ സമയം ആലിയ മക്കൾ സ്കൂൾ വിട്ടു വരുന്നതും കാത്തിരിക്കുകയാണ്. ഫൈസിയും ആലിയും ഗേറ്റിന് മുമ്പിൽ സ്കൂൾ ബസ് വന്ന് നിന്നതും ഫൈസിയാണ് ആദ്യം അവരുടെ അടുത്തേക്ക് ചെന്നത്. കുഞ്ഞിമോനെ പൊക്കിയെടുത്തുകൊണ്ടവൻ അകത്തേക്ക് കൊണ്ടുവന്നു. ആ പിറകെ മറ്റു 3 പേരും. ഇന്നെന്തോ പതിവില്ലാത്ത വിധം മക്കളിൽ ഒരുതരം മൂകത നിറഞ്ഞു നിൽക്കുന്നു. അത് ഫൈസിക്കും ആലിയക്കും പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്തു. മറ്റേത് സ്കൂൾ വിട്ട് ബസ് ഇറങ്ങി വന്നാൽ ആലിയെ കെട്ടിപ്പിടിക്കാനായി 4 ആളും ബഹളം വെച്ച് ഓടുന്നതാണ്. ഇന്ന് അവരുടെ അടുത്ത് വന്ന് നിന്നിട്ട് പോലും ആർക്കും വലിയ ഒച്ചപ്പാടൊന്നുമില്ല. എന്താണ് 4 ആളെന്ന് സൈലൻ്റ് ആണല്ലോ. ടീച്ചർ അടിച്ചോ മക്കളെ? ഫൈസിയാണ് ചിരിയോടെ ചോദിച്ചത്. ഞങ്ങള് ഉമ്മ വന്ന വാപ്പച്ചി? ഫൈസിയുടെ ചോദ്യത്തിന് ആകാംക്ഷയോടെയുള്ള മറുചോദ്യം കുഞ്ഞുമോനാണ് ചോദിച്ചത്. പെട്ടെന്നുള്ള അവൻ്റെ ആ ചോദ്യം കേൾക്കവേ ഫൈസിയും ആലിയും അറിയാതെ മുഖത്തോട് മുഖം നോക്കി. ഈ ഒരു നിമിഷത്തെയാണ് താൻ ഭയന്നതെന്ന് ആലിയുടെ മനസ്സ് പറഞ്ഞു. അവരുടെ ഉമ്മ തിരിച്ചു വരികയാണെന്നറിഞ്ഞപ്പോഴുള്ള അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? എന്തൊക്കെ തന്നെയാലും പെറ്റ ഉമ്മയല്ലേ, അവരുമ്മച്ച അതന്നല്ലേ. ഉമ്മാക്കൊപ്പം പോകണമെന്ന് മക്കൾ വാശി പിടിക്കുമോ? ആലിയുടെ മനസ്സ് അസ്വസ്ഥമായി. കുഞ്ഞിമോൻ്റെ കണ്ണിൽ ആകാംക്ഷയാണെങ്കിലും അഫിയുടെയും ഐഷുമോളുടെയും മുഖത്ത് വല്ലാത്തൊരു ഭാവമാണ്. ദേഷ്യമോ സങ്കടമോ അങ്ങനെ എന്തൊക്കെയോ. എന്നാൽ അവരുടെ ഉമ്മച്ചി ഉണ്ട് എന്ന നിലയ്ക്ക് ആ കുഞ്ഞിമോൻ അവിടെയാകെ നോക്കുന്നു. മിസ്ലിമോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരവസ്ഥയിൽ എല്ലാവരെയും നോക്കി അങ്ങനെ നിൽക്കുകയാണ്. മോനോട് ആരാ പറഞ്ഞേ? ഫൈസി അവനെയും കൊണ്ട് സെറ്റിയിലേക്ക് ഇരുന്നു. എൻ്റെ ക്ലാസ്സിലെ കുട്ടി പറഞ്ഞല്ലോ, ഇക്കാടെ ക്ലാസ്സിലെ കുട്ടിയും പറഞ്ഞെന്ന്. ഇല്ലേ കിച്ചി? കുഞ്ഞുമോൻ അഫിയുടെ നേരെ തിരിഞ്ഞു. അഫി തോളിൽ കിടന്ന ബാഗ് ഊരി നിലത്തേക്കിട്ടു. വാപ്പച്ചി ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ ഉമ്മ വന്ന കാര്യം, ഞങ്ങൾ മിണ്ടൂല. കുഞ്ഞുമോൻ്റെ മുഖം ഒരു കുട്ട പോലെ അങ്ങ് വീർത്തു. ഫൈസി സ്തംഭിച്ചു പോയ നിമിഷം ആലിയ ഇത് പ്രതീക്ഷിച്ചോ? അവളിൽ വലിയ നടുക്കമൊന്നുമില്ല, എങ്കിലും ഉള്ളിൽ സങ്കടം ഉണ്ട്. പഠിച്ചോനെ, ഉമ്മ എന്നാ വരുന്നത് വാപ്പച്ചി? ഉമ്മ ഇവിടെ എത്തിക്കണമെന്ന് പറഞ്ഞല്ലോ. ഉമ്മ ഈ വീട്ടിലേക്ക് എപ്പോഴാണ് വരിക? കുഞ്ഞിമോൻ വീണ്ടും ഫൈസിയെ നോക്കി ചോദിച്ചു. നമ്മൾ കാണാൻ പോവാ ഉമ്മയെ? ചോദ്യത്തോടൊപ്പം അവൻ്റെ മിഴികളും വിടർന്നു. അവൻ്റെ ആ ചോദ്യത്തിൽ ഫൈസി ഒന്ന് കുലുങ്ങി. ഒരിക്കലും അവരുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു നീക്കം പ്രതീക്ഷിച്ചതല്ല. നിമിഷ നേരം കണ്ടുകൊണ്ട് നിൽക്കുന്ന ജീവിതം മാറി മറിയുന്ന പോലെ ഫൈസിയുടെ നില അങ്ങ് തെറ്റിപ്പോയി. റബ്ബേ, എൻ്റെ മക്കളോലമ്മാനെ ചോദിക്കാണ്. ഇനി എന്ത് ചെയ്യും എന്നൊരു ഫീൽ ഉള്ളിൽ ഉടലെടുത്തു. അഫി പോലും മിണ്ടുന്നില്ല. അവനും ഉമ്മക്കൊപ്പം പോകുമോ? എൻ്റെ മക്കളില്ലാതെ ഞാൻ എങ്ങനെ? ഫൈസിക്ക് നെഞ്ച് വേദനിക്കുന്ന പോലെ നിലതെറ്റി നിന്നവൻ കൂറ്റൻ തിരമാല വന്ന് വഴിയൊരു ചുഴിയിലേക്ക് എടുത്തെറിയുന്ന പോലെ ഫൈസിക്ക് അനുഭവപ്പെട്ടു. അതെ, മക്കളെല്ലാവരും ഓരമ്മാനെ ചോദിക്കുകയാണ്. റബ്ബേ, ഞാൻ എന്ത് ചെയ്യും, എന്ത് ചെയ്യണം എന്ന് അറിയാത്ത അവസ്ഥ. അഫി പോലും മിണ്ടുന്നില്ല. പഠിച്ചോനെ, ഉമ്മ ഇവിടെ വരൂ ആപ്പച്ചി നമ്മളെ കാണാൻ. കുഞ്ഞുമോൻ പിന്നെയും അവൻ്റെ ഉമ്മയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ തിരക്കുകയാണ്. ആലിക്ക് അത് കേൾക്കവേ നെഞ്ച് പൊട്ടിപ്പോയി. അവരുടെ ഉമ്മ വന്നെന്നറിഞ്ഞതും എത്ര പെട്ടെന്നാണ് അവർ തന്നെ മറന്നത്. പെറ്റുമ്മയുടെ സ്ഥാനം മറ്റാൾക്കും കൊടുക്കാൻ കഴിയൂലല്ലോ. അവരിനി എത്ര ദ്രോഹിച്ചാലും തെറ്റ് ചെയ്താലും മക്കളത് വേഗം മറക്കും. കാരണം അത് അവരുടെ ഉമ്മയാണ്, അവരെ നൊന്ത് പ്രസവിച്ച ഉമ്മയാണ്. ഇവരിപ്പോൾ കുഞ്ഞു പ്രായമല്ല, അവർക്ക് എന്തറിയാനാണ്? ഉമ്മയോളം വലുതായി മറ്റൊന്നും ഈ ദുനിയാവിലില്ല, അത് തനിക്കും അറിയാവുന്ന കാര്യമല്ലേ. ആലി സ്വന്തം മനസ്സിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ശ്രമത്തിലായിരുന്നു. കാരണം മക്കളുടെ ഭാഗത്ത് നിന്ന് ഇതുപോലെ ഒന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവരെന്ന ആലിയെ കെട്ടിപ്പിടിച്ചില്ല. അവരുടെ മനസ്സിലെല്ലാം അവരുടെ ഉമ്മയുടെ മുഖം. എന്നാൽ ഉമ്മിനി എന്നാ പോണേ? പോയിട്ട് നമ്മൾ കാണാൻ വരുമോ? പെട്ടെന്നാണവൻ ആലിയക്ക് നേരെ തിരിഞ്ഞത്. അവൻ്റെ ചോദ്യത്തിന് എന്ത് മറുപടി കൊടുക്കണമെന്നറിയാതെ ആലിയ നിന്നുരുകി. എങ്കിലും അവൾ സംയമനം വീണ്ടെടുത്ത് പ്രതീക്ഷയോടെ തന്നെ നോക്കുന്ന മോൻ്റെ നേർക്ക് നോക്കിക്കൊണ്ടൊരു ചെറിയൊരു പുഞ്ചിരി കൊടുത്തുകൊണ്ട് പറഞ്ഞു. മോനെ, അത്
അവൻ എന്ത് ചെയ്യണം അറിയാതെയായി. അത്രക്കും വിമിഷ്ടം നിറഞ്ഞൊരു സിറ്റുവേഷൻ. പഠിച്ചോനെ, ഫൈസി അവളെ നോക്കി. റബ്ബേ, ഈ മക്കളെന്ത് ചോദിക്കുന്നത്? ഓലുമ്മയെയോ? എന്നാൽ പെട്ടെന്ന് മിസ്രി മോള്, ഉമ്മ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവോ? മിസ്രി മോളുടെ കണ്ണുകൾ എന്തൊക്കെയോ തിരിയുന്ന പോലെ. കല്യാണം നടക്കുമ്പോൾ അങ്ങനെയല്ലോ നമ്മൾ പറഞ്ഞത്. നമ്മൾ എന്നും ഇവിടെ നിൽക്കുന്നാണല്ലോ പറഞ്ഞത്. എല്ലാവരും അങ്ങനെയല്ലേ നിൽക്കുന്നത്? ആ കുഞ്ഞു മനസ്സിലും ചോദ്യങ്ങൾ നിറഞ്ഞു. അവൾക്കും സങ്കടം വന്നു. ഫൈസിയെ വിട്ടൊരു പോക്ക്. അവൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത പോലെ. അത്രക്കും വാത്സല്യവും സ്നേഹവും കൊണ്ട് പൊന്നുപോലെ കൊണ്ടു നടക്കുന്നവൻ ഇനി ആ സ്നേഹത്തണലിൽ നിന്നും കൊഴിഞ്ഞു പോകാൻ വയ്യവൾക്ക്. എന്നാൽ അവൾ ഉമ്മയോട് പറയുന്നു, ഉമ്മച്ചി നമ്മൾക്ക് ഇവിടുന്ന് പോകണ്ട, നമ്മൾ ഇവിടെ തന്നെ നിൽക്കാം. എന്നാൽ ആ ഫൈസിയുടെ മക്കൾ കരുതുന്നത് ആലിയുമ്മി പോയിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അവരുടെ സഫീന ഉമ്മ അവരുടെ അടുത്തേക്ക് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയായിരുന്നു. അതാണ് ആ കുഞ്ഞുമോൻ അങ്ങനെ ചോദിച്ചത്. എന്നാൽ ആ ഒരു കുട്ടികളുടെ ചോദ്യം കേട്ട് എല്ലാവരും ഞെട്ടിപ്പോവുകയാണ്. ഫൈസിയും ആലിയുമെല്ലാം എന്തു ചെയ്യണം എന്തു പറയണം എന്നറിയാത്ത ഒരവസ്ഥയിലേക്ക് അവർ നീങ്ങി. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.